ഹേയ് ഗൈസ്, ശേഷം സുഖമാണ് വിചാരിക്കുന്നു. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. വളരെ ഫയറല്ല, വൈൽഡ് ഫയർ എന്ന് വേണമെങ്കിൽ പറയാം. ഒരു പെറ്റീഷൻ കൂടി ഇപ്പോൾ ലോഞ്ച് ചെയ്തിട്ടുണ്ട്. പക്ഷെ തീ പോലെയാണത് കത്തിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ ഏകദേശം പെറ്റീഷൻ കണ്ടിട്ട് ഏകദേശം ഒരു ഒരു 10-13-14 മണിക്കൂറുകൾക്കുള്ളിൽ ആ പെറ്റീഷൻ ഇട്ടിട്ട് 1,00,000 സിഗ്നേച്ചർ വേണം. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ പാർലമെന്റിൽ അതൊന്ന് ചർച്ചയാക്കണമെന്നുണ്ടെങ്കിൽ ഓക്കെ. അപ്പോൾ അത് 1,00,000 സിഗ്നേച്ചർ ദേ പറക്കുവാണ്, പറന്ന് പമ്പ് കിടക്കുവാണ്. നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓടുന്ന ഓട്ടം കാണാൻ പറ്റും. അതിനകത്തേക്ക് കണ്ടോ, മിനിറ്റ് അല്ല സെക്കൻഡ്സിന് ആ പെറ്റീഷൻ അങ്ങോട്ട് വൈൽഡ് ഫയർ എന്ന് പറഞ്ഞ പോലെ തന്നെ ക്ലോസ് ദ ബോർഡേഴ്സ്, സസ്പെൻഡ് ഓൾ ഇമിഗ്രേഷൻ ഫോർ 5 years എന്നുള്ള രീതിയിലാണ് പെറ്റീഷൻ പോയിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇന്ന് അങ്ങനെ ഉള്ള കുറച്ച് ന്യൂസുകൾ, UK വരാൻ പോകുന്ന രാഷ്ട്രീയ മാറ്റങ്ങളും ഇല്ലെങ്കിൽ വരാൻ പോകുന്ന മാറ്റങ്ങളെ കുറിച്ച് നമുക്കൊന്ന് ആക്കാലോ. ഇതേപോലുള്ള പെറ്റീഷനൊക്കെ വരുമ്പോൾ തീർച്ചയായിട്ടും ആക്കാം. എനിവേ, ചാനൽ ആദ്യമായിട്ടൊക്കെ ഇൻഫോർമേറ്റ് ചെയ്യാൻ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെൽ ഐക്കൺ എനേബിൾ ചെയ്യുക, ഷെയർ ചെയ്യാം. തീർച്ചയായിട്ടും നമ്മൾ കഴിഞ്ഞ മാസം നമ്മളൊരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. ജനറൽ ഇലക്ഷൻ ഒന്നും കൂടി വീണ്ടും വെക്കണം എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഒരു പെറ്റീഷൻ പോയിട്ടുണ്ടായിരുന്നു. 3 മില്യൺ ആളുകളാണ് അത് സൈൻ ചെയ്തിരിക്കുന്ന പെറ്റീഷൻ. അതായത് പുതിയ ഗവൺമെന്റിന്റെ താല്പര്യം പാടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. ലേബർ ഗവൺമെന്റിന്റെ താല്പര്യം പാടെ നഷ്ടപ്പെട്ടിരിക്കുകയാണ്. കാരണം വേറെ ഒന്നും കൊണ്ടല്ല. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ ഇമിഗ്രേഷൻ നിയമങ്ങളിൽ ഇവിടെയുള്ള ജനങ്ങൾ അതൃപ്തി കാണിക്കുന്ന ഒരു കാര്യം തന്നെയാണ്. ഇവിടെ നമ്മുടെ നാട്ടിലെ പോലെയല്ല. പെറ്റീഷൻ ഇട്ടിട്ട് അതൃപ്തി കാണിക്കാനും അത് പാർലമെന്റിൽ ചർച്ച ചെയ്യിപ്പിക്കാനും ജനങ്ങൾക്ക് സാധിക്കും. ഒരു വലിയൊരു കാര്യം തന്നെയാണ്. അത് അപ്രിഷിയേറ്റ് ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. എന്തെങ്കിലും ഒരു കാര്യം നമുക്ക് പാർലമെന്റിൽ ചർച്ചയാക്കണം എന്നുണ്ടെങ്കിൽ അതിപ്പോൾ നമ്മളൊരു MP കൈയും കാലും പിടിക്കേണ്ട ഒരു ആവശ്യം ഇല്ല. ഒരു MLA അങ്ങനെയുള്ള ആൾക്കാരുടെ കൈയും കാലൊന്നും പിടിക്കേണ്ടതായിട്ടില്ല. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു പെറ്റീഷൻ ആർക്ക് വേണമെങ്കിലും കയറി അവിടെ രജിസ്റ്റർ ചെയ്യാം. നിങ്ങളുടെ പവർ, നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്ന കാര്യങ്ങൾ ആ പെറ്റീഷനിലൂടെ നിങ്ങൾക്ക് അവിടെ എത്തിക്കാനായിട്ട് സാധിക്കും. ആ പെറ്റീഷനിൽ കിട്ടുന്ന സിഗ്നേച്ചറുകൾ അത് അവിടെ ചർച്ച ചെയ്യിപ്പിക്കും. അതും പബ്ലിക്കിന്റെ മുമ്പിലേക്ക് എത്തിക്കുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ ഈ രാജ്യത്തിൽ അങ്ങനെ ഒരു കാര്യം കൊണ്ട് തന്നെ കഴിഞ്ഞ പ്രാവശ്യം റീ ഇലക്ഷന്റെ അത്രത്തോളം ഇവിടെ ചർച്ചാ വിഷയമായിരുന്നു. പാർലമെന്റ് ഡിസ്കസ് ചെയ്തായിരുന്നു. നമ്മുടെ പ്രൈം മിനിസ്റ്റർ അതിനെല്ലാം അതിനൊരു മറുപടിയും കൊടുത്തായിരുന്നു. പക്ഷെ അതിനകത്തൊന്നും അങ്ങനെയൊന്നും സിഗ്നേച്ചർ വന്നു എന്ന് പറഞ്ഞിട്ടൊന്നും പെട്ടെന്നൊന്നും പോകാൻ പറ്റില്ല. വൺസ് എലക്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നില്ലെങ്കിൽ ആ ഒരു പാർട്ടിയുടെ ഇല്ലെങ്കിൽ ആ ഒരു മന്ത്രിസഭയുടെ പിന്തുണ നഷ്ടപ്പെടണം. അത്രയും ആൾക്കാർ റിസൈൻ ചെയ്തോ ഇല്ലെങ്കിൽ ചാടി പോവുകയൊക്കെ വേണം. അങ്ങനല്ലാതെ ഒന്നും അവരുടെ കൂടെയുള്ള MP കട്ടയ്ക്ക് നിൽക്കുന്ന ഒരു കാലത്ത് ഒരു കാരണവശാലും പുതിയ ഇലക്ഷനൊന്നും അങ്ങനെയൊന്നും വരാൻ പോകുന്നില്ല. പക്ഷേ ജനവികാരം നല്ല രീതിയിൽ രജിസ്റ്റർ ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെയാണ് ഇപ്പോഴത്തെ പെറ്റീഷൻ. അതായത് ക്ലോസ് ദ ബോർഡർ, സസ്പെൻഡ് ഓൾ ഇമിഗ്രേഷൻ ഫോർ 5 years എന്നുള്ള രീതിയിൽ കേട്ടോ. അതായത് എല്ലാ ഇമിഗ്രേഷൻ പരിപാടികളും ലീഗൽ, ഇല്ലീഗൽ എല്ലാ ഇമിഗ്രേഷൻ സിസ്റ്റവും ക്ലോസ് ചെയ്യുക 5 years എന്നുള്ളൊരു റിക്വസ്റ്റ് ആണ്. കാരണം അവർ ഇതിനകത്ത് എഴുതിയിരിക്കുന്നത് വെച്ച് കഴിഞ്ഞാൽ വി ബിലീവ് ഓൾ കൺട്രീസ് ഫേസിങ് സീരിയസ് ചലഞ്ചസ് ബോത്ത് ഫോർ ലീഗൽ ആൻഡ് ഇല്ലീഗൽ മൈഗ്രേഷൻ ആൻഡ് ദ ഓൺലി വേ ടു ഡീൽ വിത്ത് ദിസ് ഈസ് ടു സസ്പെൻഡ് ഓൾ ഇമിഗ്രേഷൻ ടെമ്പററിലി ഫോർ 5 years എന്നുള്ള ഇതിലാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? നിങ്ങളിതോട് യോജിക്കുന്നുണ്ടോ? അതായത് ഈ പറഞ്ഞ ഇമിഗ്രേഷൻ ഫുള്ളി സ്റ്റുഡൻറ്റ് വിസ, അതുപോലെ തന്നെ NHS നേഴ്സിംഗ് റിക്രൂട്ട്മെൻറ്റുകൾ, മറ്റ് വർക്ക് വിസകൾ, മറ്റ് സ്റ്റാർട്ടപ്പുകൾ കാര്യങ്ങൾ, അതേപോലെ തന്നെ എല്ലാ വിസകളും ക്ലോസ് ചെയ്യുക. അതുമാത്രമല്ല ഇല്ലീഗലായിട്ട് നുഴഞ്ഞു വരുന്നവരെയും ഇവിടെ നിന്ന് തുരത്തുക എന്നുള്ളതാണ്. എന്താണ് നിങ്ങളുടെ അഭിപ്രായം? താഴത്ത് കമൻ്റ് ഇടുക. വിലയേറിയ അഭിപ്രായങ്ങൾ, ഞാൻ തീർച്ചയായിട്ടും നല്ല അഭിപ്രായങ്ങൾ അടുത്തൊരു വീഡിയോയിലൂടെ അല്ലെങ്കിൽ അടുത്തൊരു അപ്ഡേറ്റിലൂടെ അല്ലെങ്കിൽ നിങ്ങൾ മുന്നിലോട്ട് തന്നെ കൊണ്ടുവരുന്നതായിരിക്കും. ചർച്ചാ വിഷയമാക്കാം. എന്തുകൊണ്ടാണ് ഇത് വരുന്നത് എന്നുള്ളൊരു മെയിനൊരു കാര്യം. തീർച്ചയായിട്ടും ഇവിടുത്തെ ഇമിഗ്രേഷൻ സിസ്റ്റത്തിൻ്റെ പാളിച്ചകൾ എന്നുള്ളതാണ്. ആ ഒരു പാളിച്ചകൾ ഞാൻ പൂർണ്ണമായിട്ടും അതിനെ തള്ളിക്കളയുക. കാരണം അങ്ങനെയുള്ള പാളിച്ചകൾ ഉള്ളതുകൊണ്ടാണ് ഞങ്ങളെപ്പോലുള്ള കുറേ ആളുകൾ ഇവിടെ ഇരിക്കുന്നത്, ഇല്ലെങ്കിൽ നമ്മളെപ്പോലുള്ള കുറേ ആൾക്കാർ ഇവിടെ ഇരിക്കുന്നത് എന്നുള്ളത് തന്നെയാണ് അല്ലേ. മറ്റ് കൺട്രീസിനെ എടുത്ത് നോക്കുക, കാനഡയും ഓസ്ട്രേലിയയും അതുപോലെ തന്നെ ന്യൂസിലൻഡും അയർലൻഡൊക്കെ എടുക്കുകയാണെങ്കിലും ഇമിഗ്രേഷൻ വളരെ സ്ട്രിക്റ്റ് ആണ്. ഒരു സ്റ്റുഡൻറ്റ് വിസയ്ക്ക് പോലും അത്ര ഈസി ആയിട്ട് അങ്ങോട്ട് എത്താൻ പറ്റില്ല. അല്ലെങ്കിൽ ഈ ഒരു തള്ളിക്കയറ്റം ആ പറഞ്ഞ രാജ്യത്തിലും ഉണ്ടാവേണ്ടതായിരുന്നു അല്ലേ. കാനഡ, ഓസ്ട്രേലിയ, ന്യൂസിലൻഡ് ഇവിടെ എല്ലാം
ഇമിഗ്രേഷൻ കടുകെട്ടിയായതുകൊണ്ട് തന്നെയാണ് അങ്ങോട്ട് കയറി പോകാനായിട്ട് സാധിക്കാതിരുന്നത്. ഇമിഗ്രേഷൻ വളരെ ഈസി ആയതുകൊണ്ട് തന്നെ ഇവിടെ ഇത്രയും ലക്ഷം സ്റ്റുഡൻസ് ഇങ്ങോട്ട് കയറി വരാനായിട്ട് സാധിച്ചത് എന്നുള്ളത് തന്നെയാണ്. മറ്റൊരു കാര്യം, കാനഡയൊക്കെ ഇപ്പോൾ അനുഭവിക്കുന്ന ഒരു കാര്യങ്ങൾ ഭയങ്കരമായിട്ട് ലീഗൽ മൈഗ്രേഷൻ നല്ല രീതിയിൽ നമ്മുടെ ട്രൂഡോ സർക്കാർ ഉയർത്തി അതിനകത്ത് നല്ല രീതിയിൽ പണി കിട്ടി എന്ന് മനസ്സിലായപ്പോൾ ഇപ്പോൾ അവിടെ നിയമമാറ്റങ്ങൾ തകൃതിയായിട്ട് ഡെയിലി ഓരോ മാറ്റങ്ങൾ വന്നിരിക്കുന്നു. സ്റ്റുഡൻസിന് പണികൾ കൊണ്ടുവരുന്നു, അതുപോലെ വർക്ക് വിസയിലേക്ക് വരുന്നവർക്ക് പണികൾ കൊണ്ടുവരുന്നു, ടൂറിസ്റ്റ് വിസയിൽ വന്ന് അവിടെ വർക്ക് വിസയിൽ മാറുന്നവർക്ക് പണി കൊടുത്തു, ഡിപ്പെൻഡന്റ് വിസയ്ക്ക് പണി കൊടുത്തു. അതുപോലെ തന്നെ പല പണികളും അവിടെ നിരത്തി ഉടനടി കൊടുത്തുകൊണ്ടിരിക്കുന്നു. അവിടെ നിന്ന് ഈ പറഞ്ഞ ലീഗൽ മൈഗ്രേഷൻ PR അടക്കം വെട്ടിക്കുറയ്ക്കുന്ന കാര്യങ്ങളും എല്ലാം ഉണ്ടായി. സ്റ്റുഡൻസിന് വർക്ക് പെർമിറ്റോ അല്ലെങ്കിൽ അവിടെ PR കിട്ടുന്ന കാര്യങ്ങളിലൊക്കെ ഒരു തരത്തിൽ പൂർണ്ണമായിട്ടും നിർത്താനുള്ളൊരു പദ്ധതികളായിട്ട് വരുന്നുണ്ടായിരുന്നു. അതിനെതിരെ ഇപ്പോൾ ജനവികാരം കാര്യങ്ങളെല്ലാം വരുന്നുണ്ട്. കാരണം ഇന്ത്യൻസിനെ ടാർഗറ്റ് ചെയ്തിട്ടാണ് അവിടെ ഒരു പണി വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഈ ഒരു രാജ്യത്തും ഇപ്പോൾ ഇവിടെയുള്ള ജനങ്ങളുടെ ഇടയിൽ അതേ ഒരു വികാരം വന്നിട്ടുണ്ട്. നമ്മൾ ഇലക്ഷന് മുമ്പും ഇതേപോലെ തന്നെ ഇവിടെ ചില ക്ലാഷുകൾ നമുക്കറിയാമല്ലോ. ഇവിടെ ഒരു മർഡേഴ്സ് ഉണ്ടാവുന്നതിനകത്ത് വലിയ പ്രൊട്ടസ്റ്റുകൾ UK അങ്ങിങ്ങ് വലിയ രീതിയിൽ അലയടിച്ചുകൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു. വലിയ പ്രശ്നങ്ങൾ ഇവിടെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അതെല്ലാം ഇവിടുത്തെ മറ്റൊരു വിഭാഗം ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇമിഗ്രേഷനോട് താല്പര്യമില്ലാത്തൊരു വിഭാഗത്തിൻ്റെ ഒരു സ്വരമായിട്ട് തന്നെ നമ്മൾ കണക്കാണ്. കാരണം അവരെന്തുകൊണ്ട് അങ്ങനെ പറയുന്നു വെച്ച് കഴിഞ്ഞാൽ ഇവിടുത്തെ കൺട്രി, ഈ രാജ്യത്തിലെ പല റിസോഴ്സസും ഈ പറഞ്ഞ നുഴഞ്ഞു കയറി വരുന്നവരും ഈ പറഞ്ഞ മൈഗ്രേഷനിലൂടെ കയറി വരുന്നവരും അത് യൂസ് ചെയ്യുന്നു, പ്രോപ്പറായിട്ട് നല്ല രീതിയിൽ യൂസ് ചെയ്യുന്നു എന്നുള്ളത് തീർച്ചയായിട്ടും നമ്മളും അതിനകത്ത് പെടുന്ന ഒരാളുകളായതുകൊണ്ട് തന്നെ എല്ലാവരും അതിനകത്ത് പെടുന്ന ഒരാളുകളായതുകൊണ്ട് തന്നെ നമ്മൾ യൂസ് ചെയ്യുന്നത് അവരനുഭവിക്കേണ്ട റിസോഴ്സസ് ആണ് എന്നുള്ള ചിന്തകൾ വരുമ്പോഴും പിന്നെ അതുമാത്രമല്ല ഇവിടെ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാകുന്നുണ്ട്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം വന്ന റിപ്പോർട്ടിനാണ് ഏകദേശം 1,50,000-ഓളം ആളുകൾ ഇവിടെ മറ്റ് പല രീതിയിൽ നുഴഞ്ഞു കയറി ഇല്ലീഗൽ മൈഗ്രൻസ് ആയിട്ട് കയറി വരുന്നുണ്ട്. അതിൻ്റെ ഇടയിൽ റോബർട്ട് ജെൻട്രിക്ക് നമ്മുടെ MP പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇന്ത്യൻസ് ഒരുപാട് പേര് ഇവിടെ വന്നിട്ട് വിസ മിസ്യൂസ് ചെയ്യുന്നു, വരുന്നു, ഇവിടുന്ന് ചാടുന്നു, നിൽക്കുന്നു, 1,00,000-ഓളം ആളുകൾ ഇവിടെ ചാടുന്നു, ഇന്ത്യക്ക് ഇനി വിസ കൊടുക്കരുത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ റോബർട്ട് ജെൻട്രിക്ക് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതിനെ പിന്നെ പിടിച്ച് തന്നെ നമ്മുടെ സീമ മൽഹോത്ര കഴിഞ്ഞ ദിവസത്തെ ഒരു ന്യൂസ് അപ്ഡേറ്റിനകത്തും പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇന്ത്യൻസ് പുള്ളിക്കാരി ഇന്ത്യൻ ഒറിജിൻ ആണെങ്കിൽ പോലും പറയുന്നൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേര് ഇതേപോലെ വിസകൾ മിസ്യൂസ് ചെയ്യുന്നു, ഇവിടെ ചാടി നിൽക്കുന്നു. തീർച്ചയായിട്ടും ഇവിടെ വരുന്നവരിൽ ഒരുപാട് സ്റ്റുഡൻസ് ചാടുന്നുണ്ട്, വിസിറ്റിംഗ് വിസയിൽ വന്ന് ചാടുന്നുണ്ട്, ഇവിടെ പലരും വന്ന് അസൈലം അപ്ലൈ ചെയ്യുന്നുണ്ട്. അങ്ങനെയുള്ള കുറേ കാര്യങ്ങൾ ചെയ്യുന്നതുകൊണ്ട് തന്നെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ ഇല്ലീഗൽ മൈഗ്രേഷനൊക്കെ ഒരുപാട് വർദ്ധിക്കുന്നത് കൊണ്ട് തന്നെയാണ് എന്താ പറയുക, ഇത് ഒരു തരത്തിൽ ഇവിടുത്തെ ഒരു വിഭാഗം ആളുകളെ ചൊടിപ്പിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇങ്ങനെയുള്ള പെറ്റീഷനുകൾ രൂപീകരിക്കാനും അത് ചർച്ചാ വിഷയമാക്കാനും വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള നിയമങ്ങൾ കൊണ്ടുവരാൻ. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ പൂർണ്ണമായിട്ട് നടക്കും എന്ന് ഞാൻ ഒരിക്കലും പറയുന്നില്ല. ഇത് നടക്കാനുള്ള ചാൻസുകൾ വളരെ കുറവാണ്. പക്ഷേ ഇവിടെ ഒരു കാര്യം, ഇങ്ങനെയുള്ള പെറ്റീഷൻ കൊണ്ടും ഇങ്ങനെയുള്ള ആളുകളുടെ സ്വരം കൊണ്ടും ഇവിടെ കുറച്ച് കാര്യങ്ങൾ നടക്കും. ഒന്ന്, ഇനി വരാൻ പോകുന്ന ഇലക്ഷനിൽ നമുക്കറിയാം ഇവിടുത്തെ ഇപ്പോഴത്തെ റൂളിംഗ് പാർട്ടി ലേബർ പാർട്ടി നിലം തൊടാതെ അമ്പെ പൊട്ടി പരാജയപ്പെടാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. കാരണം നമ്മുടെ കൺസർവേറ്റീവ് പാർട്ടിയും ഇതേപോലെ ഇമിഗ്രേഷൻ നയങ്ങൾ വളരെ ലിബറൽ ആക്കിയത് കൊണ്ടാണ് അവരിപ്പോൾ മൂലക്കിരിക്കേണ്ട ഒരു സാഹചര്യം വന്ന്. അതേപോലെ തന്നെ ഈ ഒരു പാർട്ടി ഇവിടെ നിലവിൽ വന്നിട്ട് ഇതുവരെ ഒരു നിയമത്തിൽ ഒരു കാര്യം കൊണ്ടുവന്നില്ല. ഈ വരുന്ന ന്യൂ ഇയറിന് പുതിയ അപ്ഡേറ്റുകൾ ഉണ്ടാവും എന്ന് പറയുന്നു. ആ അപ്ഡേറ്റുകൾ എന്തെന്ന് അതിനെ ചൊല്ലിയിട്ടായിരിക്കും, ഈ ഒരു പുതിയ നിയമമാറ്റങ്ങളൊക്കെ ചൊല്ലിയിട്ടായിരിക്കും ഇവിടത്തുള്ള ജനങ്ങൾ ഇനി തീരുമാനിക്കാം. അപ്പോൾ അതിനകത്ത് ഇനിയും സ്ട്രിക്റ്റർ ആയിട്ടുള്ള നിയമങ്ങൾ വരുമെന്നാണ് എല്ലാവരും എക്സ്പെക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. പുതിയ വൈറ്റ് പേപ്പർ, ഇമിഗ്രേഷൻ വൈറ്റ് പേപ്പറിനകത്ത് എന്തൊക്കെയാണ് പോളിസികളും പ്രപ്പോസലുകളും ഉണ്ടാവുന്ന പോകുന്നത് നമുക്ക് അറിഞ്ഞുകൂടാം. പക്ഷെ ഇപ്പോഴത്തെ ഗവൺമെന്റിന് ഒരു അത്രയ്ക്കും കടുംപിടുത്തമില്ല, ഇമിഗ്രേഷന്റെ പുറത്ത് കടുംപിടുത്തമില്ല എന്നാണ് പുതിയ നിയമങ്ങളുടെ പുറത്ത് കൊണ്ടുവരാനുള്ളത്. പക്ഷേ ഇവരൊരു നല്ല കാര്യം ചെയ്യുന്നത് വെച്ച് കഴിഞ്ഞാൽ ഒരുപാട് പേരെ ഡീപ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഏകദേശം 13,500 പേരെയാണ് ഈ ഒരു പാർട്ടി അധികാരത്തിൽ വന്ന ശേഷം ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യേണ്ട കാര്യം. അതും കൂടി നമ്മൾ നോട്ടീസ് ചെയ്യേണ്ട ഒരു കാര്യമാണ്. പക്ഷേ ഇത്രയും ലക്ഷം ആൾക്കാർ കഴിഞ്ഞ ക്രിസ്മസ് ദിവസം തന്നെ 500-ന് മേലെ ആളുകൾ ഇങ്ങോട്ട് നുഴഞ്ഞു കയറി എത്തി എന്നുള്ളതാണ് അറിയാനായിട്ട് സാധിച്ചത്. അപ്പോൾ നിങ്ങളൊന്ന് ചിന്തിക്കണം, ഇപ്പോൾ 13,500 പേരെ കൊണ്ട് കളഞ്ഞെങ്കിലും എല്ലാ ദിവസവും ഒരു 500-600 വെച്ച് ഇങ്ങോട്ട് കയറി വരുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ആളുകൾ അത് വലിയ രീതിയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ഈ ഒരു കാര്യം മാത്രമല്ല, ഒരുപാട് പ്രശ്നങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പല ഇവിടുത്തെ ആളുകളുടെ ഈ പറഞ്ഞ ഈ മൈഗ്രൻസിന് താല്പര്യമില്ലാത്ത ആളുകളുടെയൊക്കെ ഇൻസ്റ്റഗ്രാം, ടിക്ടോക്ക് പേജുകളിൽ, യൂട്യൂബിലൊക്കെ
ഈ പറഞ്ഞ ഇങ്ങോട്ട് കയറി വരുന്ന നമ്മളെ പോലുള്ള ആളുകളുടെ മേലുള്ളൊരു വിദ്വേഷം കാണാനായിട്ട് സാധിക്കും. അതുമാത്രമല്ല, ഇവർ പല വീഡിയോസും ഷെയർ ചെയ്യുന്നുണ്ട്. അതായത് ഇവിടെ വന്ന് നമ്മളുടെ പിള്ളേർ കാട്ടിക്കൂട്ടുന്ന കുറേ കാട്ടിക്കൂട്ടലുകൾ കാണുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ഷെയർ ചെയ്തതെന്നായിരുന്നു, ക്രിസ്മസിൻ്റെ പരിപാടി കുറച്ച് പയ്യന്മാർ നടുറോട്ടിൽ നിന്നിട്ട് ഫുള്ളായി ഇരുന്നിട്ട് വലിയ ഒച്ചയും ബഹളത്തിൽ ഡാൻസ് കളിക്കുന്നത് എന്നുള്ളൊരു കാര്യം വന്നിട്ടുണ്ടായിരുന്നു. ഒന്നുമല്ല ഇവിടുത്തെ നമുക്കൊന്ന് പറയാനുള്ളത് വെച്ച് കഴിഞ്ഞാൽ, ക്രിക്കറ്റ് മാച്ചുകൾ ജയിച്ചു കഴിഞ്ഞാൽ നമ്മൾ ഇവിടുത്തെ വഴിയോരങ്ങൾ തടസ്സം സ്തംഭിപ്പിച്ച് അതിൻ്റെ മുമ്പിൽ പോലീസ് വണ്ടിയുടെ മേലെയിൽ അല്ലെങ്കിൽ മറ്റേ ബസ്സിൻ്റെ മേലെയൊക്കെ കയറിയിരുന്ന് എന്തൊക്കെ കാട്ടിക്കൂട്ടലുകളാണെന്ന് നമുക്ക് കാണാൻ സാധിക്കും. അതിപ്പോൾ നമ്മുടെ ഇന്ത്യക്കാർ മാത്രമല്ല, ഇവിടെയുള്ള പാകിസ്ഥാനികളാണെങ്കിലും ഇവിടെ കാണുന്ന കാട്ടിക്കൂട്ടലുകളും ഇല്ലെങ്കിൽ ഇങ്ങോട്ട് കയറി വന്നിട്ടുള്ള ആളുകൾ ഇവിടെയുള്ള പ്രൊട്ടസ്റ്റുകളും പ്രക്ഷോഭങ്ങളും പലതും ഇവിടെ കാട്ടിക്കൂട്ടുന്നത് നമുക്കിവിടെ കാണാനായിട്ട് സാധിക്കും. ഇതൊക്കെ ഈ ഒരു പ്രപ്പോസലിനെ ഇല്ലെങ്കിൽ ഈ പറഞ്ഞ കുറച്ച് മുമ്പ് നിങ്ങൾ കണ്ടത് എത്രയായിരുന്നു നോക്കിയേ, ഇപ്പം നോക്കി എത്രയായിരുന്നു. അപ്പോൾ ഇത് ഓടുന്ന ഓട്ടം കണ്ടില്ലേ? അപ്പോൾ ഇത് മിനിറ്റിന് സെക്കൻഡിന് ഈ സിഗ്നേച്ചറുകൾ വർദ്ധിച്ചുകൊണ്ടിരിക്കുന്നു. ഈ സിഗ്നേച്ചറുകൾ ഇനി 5 വർഷം കഴിയുമ്പോൾ വോട്ടായിട്ട് മാറുമ്പോൾ പുതിയ പാർട്ടി അധികാരത്തിൽ വരും. അതായത് റിഫോം പാർട്ടിക്ക് നല്ലൊരു മേൽക്കൈ ഇവിടെ വന്നിട്ടുണ്ട്. ഓൾറെഡി കഴിഞ്ഞ ഇലക്ഷൻ സമയത്ത് തന്നെ നല്ല രീതിയിൽ മുന്നേറ്റം വന്നിട്ടുണ്ട്. ഇപ്പോൾ കൺസർവേറ്റീവ് പാർട്ടി നമുക്കറിയാം, അവരെ പിന്തള്ളി കുറച്ചും കൂടി ബെറ്റർ ആയിട്ടുള്ള രീതിയിൽ റിഫോം പാർട്ടി ഒരുപക്ഷെ അധികാരത്തിൽ വരുവാണെങ്കിൽ ഒരുപാട് കടുത്ത നിയമമാറ്റങ്ങളിലേക്ക് ഇല്ലെങ്കിൽ കടുത്ത തീരുമാനങ്ങളിലേക്ക് കൊണ്ടുപോകാനുള്ള സാധ്യതകൾ കാണുന്നുണ്ട്. അപ്പോൾ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ പല കാര്യങ്ങളും ഇവിടെ വന്ന് കുറേ ആളുകൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ കൊണ്ടും പലർക്കും ഇറിറ്റേഷൻ ആയിട്ടൊക്കെയാണ് ഈ ഒരു സംഭവങ്ങൾ വരുന്നത്. തീർച്ചയായിട്ടും നമ്മൾ ഒരിക്കലും മൈഗ്രേഷനെ, ഇപ്പം നമ്മളൊരു ഇമിഗ്രൻ്റ് ആയതുകൊണ്ട് തന്നെ നമ്മൾ ഇങ്ങോട്ട് കയറി വന്നതുകൊണ്ട് തന്നെ ഒരിക്കലും മൈഗ്രേഷനെ കുറ്റം പറയാനായിട്ട് സാധിക്കില്ല. പക്ഷേ ഇവിടുത്തുള്ള ചില കാര്യങ്ങൾ തീർച്ചയായിട്ടും അത് ഒളിച്ചു വെക്കാൻ പറ്റില്ല. മറ്റൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പറഞ്ഞ ഫോറിൻ ക്രിമിനൽ ഒഫൻഡേഴ്സ് ഒരുപാട് ഫോറിൻ നാഷണൽ ഒഫൻഡേഴ്സ് ഒരുപാട് UK വർദ്ധിച്ചു വരുന്നതും കഴിഞ്ഞ ദിവസങ്ങളിൽ ന്യൂസായിട്ട് വന്നിട്ടുണ്ട്. അതായത് ഇവിടെ വന്ന് പല ക്രിമിനൽ കേസുകളിലും അല്ലെങ്കിൽ പലതരത്തിലുള്ള പ്രശ്നങ്ങളും ഈ ഒരു രാജ്യത്തുണ്ടാക്കി ഇവിടുത്തെ ജയിലുകളിൽ ശിക്ഷ അനുഭവിച്ച് കിടക്കുന്നവരാണ്. ഇവരൊക്കെ ഡീപ്പോർട്ട് ചെയ്യാനുള്ള നിയമങ്ങൾ ഇപ്പോൾ അതിനുവേണ്ടി പാർലമെന്റിൽ പ്രപ്പോസലും കാര്യങ്ങളൊക്കെ കൊണ്ടുവന്നിരിക്കുകയും അത് വരുന്നതിലൂടെ തന്നെ ഇവിടുത്തെ ക്രിമിനലുകളെല്ലാം ഡീപ്പോർട്ട് ചെയ്യും. അത് ഫോറിൻ നാഷണൽ ക്രിമിനൽസിനെ എല്ലാം ഇവിടുന്ന് ഡീപ്പോർട്ട് ചെയ്യാനുള്ള പദ്ധതികളുമായിട്ട് വരുന്നുണ്ട്. അപ്പോൾ കുറച്ച് കാര്യങ്ങൾ ഈ പറഞ്ഞ ആളുകളൊക്കെ വന്ന് ചെയ്യുന്നത് കൊണ്ട് തന്നെ അത് ഒരുപാട് ആളുകളെ നല്ല രീതിയിൽ ഇറിറ്റേറ്റ് ചെയ്യുന്നത് കൊണ്ട് തന്നെയാണ് ഇങ്ങനെയുള്ള പെറ്റീഷനുകൾ വരുന്നതും ഈ പെറ്റീഷനുകൾ തീ പിടിച്ച പോലെ ഫയർ പോലെ അത് വന്നുകൊണ്ടിരിക്കുന്നത്. ഫയറും അല്ല, വൈൽഡ് ഫയർ പോലെ വന്നുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഇനി ഇപ്പോൾ കഴിഞ്ഞ പ്രാവശ്യം റീ ഇലക്ഷൻ ആണെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഇതൊരു മെയ് ആകുമ്പോഴാണ് ഇത് ചർച്ചയ്ക്ക് എടുക്കേണ്ടത്. എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ തന്നെ ചർച്ചയ്ക്ക് എടുക്കാനായിട്ട് സാധിക്കും. കാരണം ഇപ്പം തന്നെ 1 ലക്ഷത്തിന് മേലെ സിഗ്നേച്ചറുകളായി. അത് മെയ് ആകുമ്പോഴേക്കും എത്ര മില്യൺ സിഗ്നേച്ചേഴ്സ് വരും എന്നുള്ളത് മാത്രം നമ്മൾ നോക്കിയാൽ മതി. കാരണം ഇത് ഇന്നലെ ചെയ്ത ഒരു ക്യാമ്പയിനാണ്. ഈ ഒരു ക്യാമ്പയിനാണ് ഇത്രയും വൈൽഡ് ഫയർ പോലെ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യങ്ങളെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവർക്ക് മടുത്തു തുടങ്ങി എന്നുള്ള കാര്യമാണ് ഒന്ന് മനസ്സിലാക്കേണ്ട കാര്യം. 2, നമ്മൾ അറിഞ്ഞുകൊണ്ട് തന്നെ നമ്മൾ ചെയ്യുന്ന കുറേ കാര്യങ്ങൾ, ഇപ്പോൾ പബ്ലിക്കായിട്ട് വന്നിട്ട് കൂകലും നിലവിളിക്കലും ഡാൻസ് കളിക്കലും മീൻസ് അതിനുള്ള സ്ഥലങ്ങളാണെന്നുണ്ടെങ്കിൽ അതൊക്കെ ചെയ്യുക. പക്ഷേ എല്ലാവരും എന്താ പറയുക, എല്ലാത്തിനും എൻ്റർടൈൻ ചെയ്യാൻ പറ്റില്ല. പക്ഷേ തള്ളിക്കളയാനും പറ്റില്ല. ചില സ്ഥലങ്ങളിലൊക്കെ പോസിബിൾ ആവുന്ന സ്ഥലത്ത് ചെയ്യുന്നതിന് ഒരു ബുദ്ധിമുട്ടുമില്ല. അതിനുള്ളൊരു സ്പേസ് ഉണ്ടെങ്കിൽ അവിടെ ചെയ്യുന്നതിന് ബുദ്ധിമുട്ടില്ല. പക്ഷേ എല്ലാത്തിനെയും നമ്മൾ വളം വെച്ച് കൊടുക്കാനും പറ്റില്ല. കഴിഞ്ഞ ദിവസം വന്ന വീഡിയോ വന്ന് കിടപ്പുണ്ട്. അത് ഞാൻ വരുന്ന ദിവസങ്ങൾ തീർച്ചയായിട്ടും അതൊരു വീഡിയോ ആക്കി ഇടാൻ ശ്രമിക്കുന്നുണ്ട്. എനിവേ, ഇപ്പോൾ ഈ ഒരു പെറ്റീഷൻ, വൈൽഡ് ഫയർ ആയിട്ടുള്ളൊരു പെറ്റീഷൻ നമുക്ക് എന്താവും നോക്കി നോക്കാം. കൂടുതൽ അപ്ഡേറ്റ്സിനായിട്ടൊന്ന് ഫോളോ ചെയ്യുക. ഇപ്പോൾ ഇവിടുത്തെ സിറ്റുവേഷൻ സ്ഥിതികളൊക്കെ ചെറിയ രീതിയിൽ ആളുകളുടെ മനസ്സിലൊക്കെ ഒരു മാറ്റങ്ങൾ വന്നിരിക്കുന്നതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് ഇപ്പോൾ നിങ്ങൾ കാണിച്ചത്. സോ ഗൈസ്, ചാനൽ ഇഷ്ടപ്പെട്ട സപ്പോർട്ട് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം.